ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോതിഷൻ വിജയൻകുട്ടി. സർപ്പദോഷം എന്നാൽ എന്ത്? സർപ്പദോഷം എങ്ങനെ വരും? നാഗദോഷം, സർപ്പദോഷം എന്നിങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പ്രശ്നവിധിയിൽ കൂടെ പറയാൻ പറ്റുന്നതാണ്. ഒരു ജ്യോത്സ്യനെ സമീപിച്ച് സർപ്പദോഷം ഉണ്ടോ എന്ന് നമ്മൾ ആരും നോക്കാൻ പോകില്ല. ചിലവർ നോക്കാൻ പോകുന്നവരുണ്ട്. സന്താനമില്ലായ്മ കൊണ്ട് സർപ്പദോഷം വരാനുള്ള സാധ്യതയുണ്ട്. സർപ്പദോഷത്താൽ സന്താനങ്ങൾ ഇല്ലാതെ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സർപ്പദോഷത്താൽ കുടുംബകലഹത്തിനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യതയ്ക്കും എല്ലാം കുറവ് വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രശ്നവശാൽ ഒരു നാഗദോഷം, സർപ്പദോഷം എങ്ങനെ കണ്ടെത്താമെന്ന് പറയുന്നത്, പ്രശ്നവശാൽ പ്രശ്നത്തിൽ കെട്ടുന്ന രാശി അഥവാ ലഗ്നം എന്ന് വെച്ച് അതിൻ്റെ 3, 6, 8, 12 ഭാവങ്ങളിൽ രാഹു നിന്ന് കഴിഞ്ഞാൽ സർപ്പദോഷം ഉണ്ട് എന്ന് പറയും. ഇവിടെ തന്നെ അതുപോലെ തന്നെ ലഗ്നവശാൽ ബാധകാസ്ഥാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ സർപ്പദോഷമുണ്ട് എന്ന് പറയും. അത് സർപ്പശാപം തന്നെ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള സർപ്പദോഷങ്ങൾ എങ്ങനെയാണ് നമ്മൾക്ക് വന്ന് പെടുക എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ സർപ്പങ്ങളെ മെയിനായിട്ട് കൊല്ലുക എന്നുള്ളതാണ്. അതായത് സർപ്പങ്ങളെ കണ്ടാൽ പിന്നെ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, വീട്ടിൻ്റെ പരിസരത്ത് അല്ല, വീട്ടിൻ്റെ മുറ്റത്ത്, വീടിനകത്ത് സർപ്പങ്ങൾ കയറിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കൊല്ലേണ്ടി വരുമല്ലോ എന്ന് പറയാറുണ്ട്. കൊല്ലേണ്ടവർ കൊല്ലുക തന്നെ ചെയ്യും. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് പിന്നീടായിരിക്കും വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം കൊല്ലാതെ വിട്ടു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല, ഉറക്കം വരില്ല, അല്ലെങ്കിൽ പിന്നീട് രാത്രി വരെ ശല്യം ഉണ്ടാവുമോ എന്നെല്ലാം ചിന്തിക്കുന്നവരുണ്ടാവും. അതെല്ലാം ഒരു പരിധി വരെ സത്യമാണ് താൻ. ഇപ്പോൾ ഒരു സർപ്പത്തെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ്. കാരണം അതിന് ഈ ഭയങ്കരമായിട്ടുള്ള വിഷം ഉണ്ട് താനും. അപ്പോൾ അതിനെ ഭയപ്പെട്ട്, പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, സർപ്പം ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാൻ, നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഉപദ്രവിക്കും. പക്ഷേ നമ്മൾ സർപ്പത്തിനെ ആരും ഉപദ്രവിക്കാൻ പോകാറില്ല. സർപ്പത്തെ നമ്മൾ ആരും ഉപദ്രവിക്കാൻ പോകാറില്ല. അതായത് നമ്മൾ സർപ്പത്തെ കണ്ടു കഴിഞ്ഞാൽ ഭയക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സർപ്പങ്ങൾ ഏതൊരു വനമേയ മേഖലയിലും അല്ലെങ്കിൽ മരങ്ങൾ നിൽക്കുന്ന മേഖലയിലും എല്ലാം അവർ പാർപ്പിടങ്ങൾ കണ്ടെത്താറുണ്ട്. ഇപ്പോൾ മിക്കവാറും മരങ്ങളെല്ലാം വെട്ടിമുറിക്കുകയും മതിലുകൾ പണിയുകയും എല്ലാം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ എല്ലാം സർപ്പപ്പുറ്റുകൾ ഉണ്ടാവാം, നാഗപ്പുറ്റുകൾ ഉണ്ടാവാം, പാമ്പ് പുറ്റുകൾ ഉണ്ടാവാം. സർപ്പവും പാമ്പും നാഗങ്ങളെല്ലാം വ്യത്യാസം. നാഗം എന്ന് പറയുന്നത് ശരിക്കും ദൈവഹിതമായിട്ടുള്ള വൈഷ്ണവ സംബന്ധമായിട്ടുള്ള നാഗം, ശൈവ സംബന്ധമായിട്ടുള്ള നാഗങ്ങളും ഉണ്ട്. ശൈവം പറഞ്ഞാൽ ശൈവം വേറെ, വൈഷ്ണവം വേറെ എന്നാണ്. ശൈവം എന്ന് വെച്ച് പറഞ്ഞാൽ ഈശ്വരൻ, അതായത് ശിവ ഭക്തതയാൽ വരുന്ന സർപ്പങ്ങളും, വൈഷ്ണവം എന്ന് വെച്ചാൽ മഹാവിഷ്ണു സംബന്ധമായിട്ടുള്ള ശൈവങ്ങളും, ഉത്തമ സർപ്പങ്ങൾ എന്ന് പറയും മഹാവിഷ്ണു സംബന്ധമായിട്ടുള്ള. ഇതിന് അധർമ്മ സർപ്പങ്ങൾ എന്നും പറയും. അപ്പോൾ അത് രണ്ടും പേര് തന്നെയാണ്. ചില പുരാതന കാലത്ത് തന്നെ ഇപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട്, അതൊരു വിഷ്ണുവാണത് എന്ന് പറയാറുണ്ട്. പക്ഷെ അവിടെ ഒരു വിഷ്ണുവിൻ്റെ പ്രതിമയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു വിഷ്ണുവിൻ്റെ സങ്കല്പത്തിൽ ചിലവർ വിളക്ക് വെച്ച് ധർമ്മദൈവത്തെ കുമ്പിടുന്ന മാതിരി, അല്ലെങ്കിൽ അവരെ ആചരിക്കുന്ന മാതിരി ആചരിക്കും. അല്ലെങ്കിൽ ഒരു ചെറിയ വെറും ഒരു കല്ല് മാത്രം ഒരു സ്ഥാനം കൊണ്ട് അവിടെ കൊണ്ടുപോയി വിഷ്ണു ആണെന്ന് പറയും. പക്ഷെ അവിടെ വിഷ്ണുവായിട്ട് കണക്കാക്കുന്നത് ഈ നാഗസംബന്ധമായിട്ടുള്ള വൈഷ്ണവ സംബന്ധമായിട്ടുള്ള ഒരു ഇതായിരിക്കും. അവിടെ അധർമ്മ പൂജ നടത്താറില്ല, ഗുരുതി നടത്താറില്ല എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സർപ്പത്തെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിനെ കൊല്ലേണ്ടി വരും. കൊന്നു കഴിഞ്ഞാൽ സർപ്പശാപം കിട്ടേണ്ടി വരും. അതുപോലെ തന്നെ സർപ്പങ്ങളുടെ പുറ്റുകൾ നശിപ്പിക്കുന്നതും മുട്ടകൾ നശിപ്പിക്കുന്നതും സർപ്പദോഷത്തെ ബാധിക്കും.
കാവുകൾ അല്ലെങ്കിൽ സർപ്പവനങ്ങൾ നശിപ്പിക്കുന്നതും സർപ്പാലയം പറഞ്ഞ സർപ്പക്കോവില്, സർപ്പങ്ങൾ സഞ്ചരിക്കുന്ന വനമേഖല തീയിട്ട് നശിപ്പിക്കുന്നതും ദോഷങ്ങളായി വരും. അതുപോലെ തന്നെ പുറ്റുകൾ സ്ഥിതി ചെയ്യുന്ന സർപ്പ ആലയങ്ങൾ, സർപ്പക്ഷേത്രത്തിലും മലമൂത്ര വിസർജനം, അതുപോലെ തന്നെ ഈ മെൻസസ് സമയത്തെല്ലാം അവിടെ പ്രവേശിക്കുക എന്നിവ മൂലമെല്ലാം സർപ്പദോഷങ്ങൾ ഉണ്ടാവും എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അത് ഏറെക്കുറെ സത്യവുമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ സർപ്പദോഷത്താൽ നമുക്ക് വരാവുന്നത് ചില രാഹുർദശ നടക്കുന്ന സമയത്ത് ഈ സംഭവങ്ങൾ വരാറുണ്ട്. സർപ്പദോഷങ്ങൾ, രാഹുർദശ സർപ്പം തന്നെ, രാഹു എന്ന് വെച്ച് പറഞ്ഞാൽ നാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ രാഹുദശാകാലത്ത് ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ആസക്തി ഉണ്ടാവും. പിന്നെ ആയില്യ നക്ഷത്രത്തെ ജനിച്ചൊരുക്കുന്ന നാഗം തന്നെയാണ് ദേവത. അതുപോലെ ചതയം, തിരുവാതിര, ചോതി, ചതയം എന്ന നക്ഷത്രക്കാർ രാഹുർദശയിലാണ് ജനിക്കുന്നത്. അപ്പോൾ അവർക്ക് നാഗദേവതയാണ് കാണുന്നത്. അവർക്ക് മാസം തോറും പക്കപ്പിറന്നാൾ തോറും നാഗങ്ങൾക്ക് 100 പാലുവോ അയില പൂജയോ നാഗപൂജ നടത്തി വരുന്നത് വളരെ ഉചിതമാണ്. അപ്പോൾ ജാതകപ്രകാരം അങ്ങനെ ഉണ്ട് താനും. അപ്പം അങ്ങനെയുള്ള ദോഷത്തിന് പരിഹാരമായി നമ്മൾ കാണുന്നത് ആയില്യ പൂജ നടത്തുക, നാഗങ്ങൾക്ക് 100 പാലും കൊടുക്കുക, നാഗങ്ങൾക്ക് സർപ്പബലി നടത്തുക, അങ്ങനെ പല വിധത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രശ്നപരിധി പ്രകാരം നമ്മൾക്ക് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാകും. ചിലവർക്ക് സന്താനങ്ങൾ തീരെ ഉണ്ടാവാത്ത പ്രതിവിധി ഉണ്ടാവും, വർഷങ്ങൾ കഴിഞ്ഞിട്ടും സന്താനങ്ങളില്ലാത്തത്. അത് എന്ത് കാരണം കൊണ്ടെന്നാലും വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ സർപ്പദോഷങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആ സർപ്പദോഷങ്ങൾക്കെല്ലാം സർപ്പബലി നടത്താറുണ്ട്. സർപ്പക്കളങ്ങളെല്ലാം ഇട്ട് പാട്ടും മറ്റുള്ളതെല്ലാം നടത്തി അതിനെ ദോഷം തീർക്കാറുണ്ട്. നാഗര് പാടാറുണ്ട്. നാഗരിൻ്റെ പാട്ടുകൾ നമ്മുടെ പുരാതന കാലങ്ങളിലും ഇപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ്. ആ കളമല്ല, കൂട്ടക്കളം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കൂട്ടക്കളം എന്ന് വെച്ച് പറഞ്ഞാൽ കൂട്ടായ്മയോടുകൂടി ഇരുന്ന് ചെയ്യുന്ന ഒരു കർമ്മത്തിന് കൂട്ടക്കളം എന്ന് പറയുന്നത്. അതിൻ്റെ പത്മങ്ങളെല്ലാം ഇട്ട് സർപ്പദേവതയെ പ്രീതി വരുത്തി അത് അവരുടെ പാട്ടുകൾ ഉണർത്തി പാടിക്കൊണ്ട് ചെയ്യുന്ന പരിഹാരങ്ങളാണ് സർപ്പബലി. ആ സർപ്പബലിയാണ് ഏറ്റവും വലിയ പരിഹാരമായിട്ട് കണക്കാക്കുന്നത്. അതിന് മേലെ പരിഹാരമില്ല എന്ന് തന്നെ പറയുന്നത്. സർപ്പഹോമം, പായസഹോമം സർപ്പദോഷത്തിനുള്ള പരിഹാരമാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന പക്ഷങ്ങൾ ഈ നാഗദോഷങ്ങൾ മാറാറുണ്ട്. നാഗദോഷത്താൽ വരുന്നത് ഞാൻ പറഞ്ഞ മാതിരി നാഗ ഐക്യം, ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ഐക്യതയില്ലായ്മ, അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഇല്ലായ്മ, സന്താനം തീരെ ഉണ്ടാകാത്ത ദോഷങ്ങൾ, അതുപോലെ ജാതകത്തിൽ വരുന്ന രാഹുർദശ എന്ന ദോഷം വരുന്ന ദശകൾ. രാഹുദശ നല്ലത് ചെയ്യുന്നതുകൊണ്ട് ദോഷം ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ദോഷം ചെയ്യുന്ന ഇതിനെല്ലാം ഇതിന് പരിഹാരമായിട്ട് ചെയ്യുന്ന പരിഹാരങ്ങളാണ്. അമ്പലത്തിൽ ചെയ്യുന്ന പരിഹാരങ്ങളും ഭവനത്തിൽ ചെയ്യുന്ന പരിഹാരങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത്. അതെല്ലാം ചെയ്യുന്നത് പക്ഷം ദോഷത്തെ നമ്മൾക്ക് കുറയ്ക്കാൻ പറ്റും, ഇല്ലാതെയാക്കാനും പറ്റും. പ്രശ്നത്തിൽ വേണ്ടി കണ്ടുവരുന്ന സർപ്പദോഷത്തെയെല്ലാം നമുക്ക് തീരെ ഇല്ലാതാക്കാൻ പറ്റും ഈ പരിഹാര പൂജയിലൂടെ, പരിഹാര കർമ്മങ്ങളിലൂടെയും. അത് നമ്മൾ കണ്ടെത്തിയിട്ട് അത് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ചെയ്യണം. ചിലവർക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സർപ്പദോഷത്തിനുള്ള പരിഹാരം ചെയ്യേണ്ടി വരും, അതും കണ്ടുവരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സർപ്പദോഷത്തെയെല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് ഓരോ പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും എന്നെ പറയാം. അപ്പോൾ സർപ്പങ്ങളെ കൊല്ലരുത് എന്നല്ല, നമ്മളെ അവർ ഉപദ്രവിക്കാറില്ല. നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അഥവാ നമ്മൾ ചവിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് കടിക്കുന്നതിനാണ് സർപ്പക്ഷതം എന്ന് പറയുന്നത്. അപ്പോൾ സർപ്പങ്ങൾക്ക് പ്രത്യേകിച്ച് കാത് കേൾക്കില്ല എന്നുള്ളതാണ്. നമ്മളുടെ മനുഷ്യരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭൂമി സ്പർശനം കൊണ്ടാണ് അവർ ചെവി കേൾക്കാത്തത് മനസ്സിലാക്കുന്നത്. അവർ പൊതുവെ ഭൂമിയെ സ്പർശിച്ച് കഴിഞ്ഞ് നടക്കുന്നവരാണ്. അപ്പോൾ നമ്മളുടെ സ്പർശനം കാലിൽ, പണ്ടുകാലത്ത് ചിലവർ വന്നിട്ട് രാത്രി കാലങ്ങൾ നടക്കുന്ന സമയത്ത് ടോർച്ച് മറ്റൊന്നും ഇല്ലാത്ത സമയത്ത് ഭൂമിയെ, അതായത് കാലുകൊണ്ട് ഭൂമിയെ ശബ്ദമുണ്ടാക്കി നടക്കാറുണ്ട്, അല്ലെങ്കിൽ ചെരുപ്പ് കൊണ്ട് ശബ്ദമുണ്ടാക്കി നടക്കാറുണ്ട്. അപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും ഈ ഇഴജന്തുക്കൾ, സർപ്പങ്ങൾ, പാമ്പുകൾ ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ മനസ്സിലായിക്കൊണ്ട് വഴിമാറി പോകും എന്നുള്ളതാണ്. പിന്നെ ചിലവർ അവരുടെ ഇരം വഴി കിടക്കുകയാണെങ്കിൽ അവർക്ക് തീരെ പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥ വരികയാണെങ്കിൽ അവർ
അവർ നിസ്സഹായരാണ്, നമ്മൾ നിസ്സഹായരാണ്, ഇരുട്ടത്താണ് പോകുന്നത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപവും അറിയാത്ത പാപങ്ങളും സർപ്പദോഷത്തിൽ പെടാറുണ്ട്. പക്ഷെ അറിഞ്ഞും അറിയാത്ത പാപങ്ങൾ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് പണ്ട് തൊട്ടുള്ള ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവയോടുള്ള ഒരു പ്രത്യേക മതിപ്പുകളും ഇപ്പോഴും പ്രാചീന കാലം തൊട്ട് ഏത് അമ്പലങ്ങളിൽ പോയാലും അവർക്ക് സർപ്പദൈവങ്ങൾക്കൊരു അവിടെ ക്ഷേത്രമോ അല്ലെങ്കിൽ ഒരു ഉപപ്രതിഷ്ഠയോ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അവരെയും ദേവഗണത്തിൽപ്പെട്ടിട്ട് ദേവന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. ദേവന്മാരും ദേവികളായിട്ടാണ്, നാഗരാജാവും നാഗയക്ഷികളും. സർപ്പദോഷത്തിന് പരിഹാരങ്ങൾ ഒരുപാടുണ്ട്. ചില സ്ഥലങ്ങളിൽ പുറ്റുകൾ വീടുകളിലടക്കം പുറ്റുകൾ പൊന്തി വന്ന് അത് ഇപ്പോൾ മനകളായിട്ട്, സർപ്പദോഷങ്ങൾക്കുള്ള മനകളായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിന് ഉദാഹരണമായി പാതിരാക്കുന്ന മന ഒരു പണ്ട് കാലത്തെ ഒരു മനയാണ്. അവിടെ സർപ്പപ്പുറ്റ് വീടുകളിൽ പൊന്തി വന്നാണ്. എന്തിനു കൂടുതൽ പറയുന്നത്, ഞാൻ ഈ പറയുന്നത് എനിക്ക് പോലും എൻ്റെ അമ്മയുടെ വീട്ടിൽ നെല്ലാറ പണ്ട് കാലത്ത് നെല്ലറകൾ സൂക്ഷിക്കാൻ വേണ്ടി നെല്ലറകൾ പണിത് വയ്ക്കാറുണ്ട്. അവിടെ ഈ പുറ്റുകൾ പൊന്തി വന്ന് അമ്മയുടെ അമ്മ ആ പുറ്റുകൾ നീക്കി തരണം ചെയ്ത് വീണ്ടും പൊങ്ങി വരികയും പിന്നീട് അവരുടെ കൈകളെല്ലാം ചുരുങ്ങി വരികയും സർപ്പങ്ങളെ പ്രശ്നവിധി കണ്ട് സർപ്പങ്ങളെ പുറത്ത് ഒരു സ്ഥലം കണ്ട് ചിത്രകൂടും നാഗരാജാവും ചിത്രകൂടും അവിടെ വെച്ചപ്പോൾ ഈ നാഗപുറ്റ് ഇല്ലാതാവുകയും അതൊക്കെ ഒരു അത്ഭുതപരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അങ്ങനെ ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, അനുഭവം കൊണ്ട് പറയണം. അപ്പോൾ സർപ്പദോഷങ്ങളാൽ ഇങ്ങനെ വരുന്ന തീരെ സന്താനമില്ലായ്മ വരുന്നത് സർപ്പദോഷങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും, യാതൊരുവിധ സംശയമില്ല. അതുപോലെ കുടുംബ അഭിവൃദ്ധി വരാതിരിക്കാനും സർപ്പദോഷങ്ങളുണ്ട്. അപ്പോൾ സർപ്പദോഷങ്ങൾ പല വിധത്തിൽ വരുവാറുണ്ട്. ഇത്രയും പറയുന്നത് എന്താ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സർപ്പദോഷത്തിൻ്റെ പരിഹാരങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമസ്കാരം.